ഹൈ ഡിയേഴ്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പഠിതാക്കൾക്ക് UG പഠിതാക്കൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഡാറ്റ അനാലിസിസ് അല്ലേ. അതിൻ്റെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രഡിക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ള ഗസ്റ്റ് പേപ്പറായി നൽകിയിട്ടുള്ള ഈ ഒരു പേപ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ അത്യാവശ്യം നല്ല രൂപത്തിൽ അവർക്ക് എക്സാമിന് മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് 2026 എക്സാം എഴുതുന്ന ജൂണിലാകട്ടെ ഡിസംബറിലായിരിക്കട്ടെ അവർക്ക് മാത്രം സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുള്ള ഡാറ്റ അനാലിസിസിൻ്റെ ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുമായി കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. എക്സാമിന് മുമ്പ് എന്തായാലും ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഒരു ഗസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്കുള്ള ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ നല്ല രൂപത്തിൽ മാർക്ക് നേടാൻ പറ്റുന്ന രൂപത്തിൽ ആൻസർ എങ്ങനെ എഴുതാന്നുള്ളതും പാടെ കറക്റ്റായിട്ടുള്ള റെലവൻ്റ് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് അല്ലേ. പക്ഷേ പല വിദ്യാർത്ഥികളും ചില വിഷയങ്ങളിൽ ഈ ഒരു പേപ്പറിലൊക്കെ പ്രത്യേകിച്ച് തോറ്റു പോകാറുണ്ട്. കാരണം ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ ആൻസർ അവർക്ക് എഴുതാന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, നോക്കൂ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. 13 ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട 13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട ബ്ലോക്ക് കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം 17 പേജ് ആൻസറുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇത് കറക്റ്റ് നമ്മളൊരു ഇഗ്നോൻ്റെ ബുക്കിൽ നിന്ന് മാത്രം റെഫർ ചെയ്തുണ്ടാക്കിയതാണ്. അതേപോലെ ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റത്തെ 6 പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താരതമ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് 6 പരീക്ഷകളും താരതമ്യം ചെയ്തുകൊണ്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഗസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലേ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പ്ലസ് ആൻസറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ ഒരു നോട്ട് അല്ലെങ്കിൽ ഈ ഒരു PDF ഉപകാരപ്പെടും എന്നുള്ളതാണ് 100% നമ്മളൊരു വിശ്വാസമുള്ളത്. കഴിഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള സബ്ജക്റ്റിൻ്റെ ഗസ്റ്റ് പേപ്പറൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് കുട്ടികളെ അടുത്ത് നിന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷമൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക. അതേപോലെ തന്നെ നമ്മളെ വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാട്ട് നമുക്കതൊക്കെ പരിഹരിക്കാവുന്നതാണ്. ഇഗ്നോൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കൂ, ഇതിൽ പ്രധാനപ്പെട്ട 13 ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് പരിചയപ്പെടുന്നത്. ആ ഒരു നോട്ട്, ആ 13 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലേ. ഇത് അളക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മെഷർമെൻറ്റ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നോക്കൂ, 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 സെക്ഷൻ A ആണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ വേരിയസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ എഴുതാന്നുള്ളത് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അളക്കാനുള്ള ഒരു ഇക്വേഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത് നോക്കൂ, കോമ്പോസിറ്റ് ഇൻഡെക്സ് കൺസെപ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇല്ലേ. ഇത് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 ചോദിച്ചിട്ടുണ്ട്, ജൂണിൽ ചോദിച്ചിട്ടുണ്ട്, 2025, 24 ഡിസംബറിൽ, 2024 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 സെക്ഷൻ A പ്രകാരമുള്ളതാണ് കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 450 വേർഡ്സ് എന്താണ് നമ്മളിവിടെ ഉണ്ടാക്കണം. ഇഗ്നോ സ്റ്റൈലിൽ തന്നെ നമ്മൾ എന്തിനാ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. കറക്റ്റ് ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കുക, ഓരോ പോയിന്റുകൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് വിശദീകരിച്ച് എഴുതണം. ആദ്യം നിങ്ങൾക്ക് ഓരോ പോയിന്റ് മാത്രം ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് താഴേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഓരോ പോയിന്റ് എഴുതിയതിനു ശേഷം അല്ലെങ്കിൽ ഈ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ വേർഡുകൾ നിങ്ങൾ കൊടുക്കണം. അവസാനം ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യണം, എന്തായാലും കൊടുക്കണം. ഇനി നോക്കും, ഗ്രാഫിക്കൽ 3ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആൻഡ് ഹിസ്റ്റോഗ്രാം അല്ലേ. ഇത് പ്രധാനപ്പെട്ട ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് ഓരോ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു പഠിച്ചു പോയാൽ നമുക്ക് ഡാറ്റ അതേപോലെ തന്നെ ഈ ഒരു ഗ്രാഫൊക്കെ നമ്മുടെ പേപ്പറിൽ എഴുതാന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഫുള്ളാക്കാനും അതുപോലെ നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതും തന്നെ ഡിസംബർ 2025 24 23 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 450 വേർഡ് എന്താണ് നമ്മളവിടെ കംപ്ലീറ്റ് ആക്കി എഴുതണം.
ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് ആദ്യത്തെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര തരത്തിലുള്ള ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. അതിൻ്റെ ഒരു മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു കേട്ടോ. ഹിസ്റ്റോഗ്രാം അതിൻ്റെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യാണ്, നമ്മളവിടെ കൊടുക്കുകയാണ്. പിന്നെ സെറ്റ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സെറ്റ്സിനെ പറ്റിയൊക്കെ അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും ഇവിടെ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത് 20 മാർക്കിൻ്റെ മെയിൻ എക്സസൈസ് ആയിട്ട് തന്നെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് സാധ്യതയുള്ളതാണ് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ടതാണ് കോറിലേഷൻ അല്ലേ. കോറിലേഷനുമായി കോഎഫിഷ്യന്റ് കോറിലേഷന് പിന്നെ PSNറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഡിഗ്രിയിൽ വേറെയുള്ള മാത്സിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ തിയറി പേപ്പറൊക്കെ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഏകദേശം 13 ക്വസ്റ്റ്യൻസ് നോക്കൂ. ഓരോന്നും തരം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഹൈപ്പോത്തിസിസിൻ്റെ ഇതും തന്നെ 12 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. 250 വേർഡ് നമ്മൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, പ്രൈമറി ഡാറ്റ കളക്ഷൻ അല്ലെ, മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഇത് നമ്മുടെ ഡാറ്റ അനലൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് 2025 ഡിസംബറിൽ, ജൂൺ 2025 ഡിസംബർ, ജൂൺ 2024 എന്ത് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 സെക്ഷൻ 3 പ്രകാരമുള്ളത് 12 മാർക്കിന് 250 വേർഡ് കേട്ടോ. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അവസാനം വരെയുള്ള ഓരോ ക്വസ്റ്റ്യനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നോക്കൂ, ഒരു 3 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം അല്ലേ, പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 150 വേർഡ്സ് പ്രകാരം നമുക്ക് 3 ഉള്ളത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 3 ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ, ഒരു ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ഞാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു PDF ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, PDF നിങ്ങൾക്ക് തരാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഗ്നോൻ്റെ അപ്ഡേറ്റ് ഗ്രൂപ്പുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഗ്നോൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഫ്രീ ക്ലാസ്സുകൾ, ഫ്രീ നോട്ട്സുകൾ, നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.